എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഷാദിയ അഫ്സൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും കഴിഞ്ഞ യൂണിറ്റിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ. ഹലോ കുട്ടികളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന പാഠഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ആരെങ്കിലും നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന യൂണിറ്റിൻ്റെ ആദ്യ ക്ലാസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരിക. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ശുചീകരണ ഉപകരണങ്ങൾ വരയ്ക്കൂ. ഏതൊക്കെ ശുചീകരണ ഉപകരണങ്ങളാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് കൂട്ടുകാരെ? ബ്രഷ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ പല്ല് വൃത്തിയാക്കാൻ നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നു. തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന ഉപകരണം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? തറ വൃത്തിയാക്കുന്നതിന്. ഇതുപോലെ മറ്റു ശുചീകരണ ഉപകരണങ്ങൾ എൻ്റെ കൂട്ടുകാരോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ശുചീകരണ ഉപകരണങ്ങൾ വരച്ചാലോ? ഈ ഉപകരണം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിലം തുടയ്ക്കുന്നതിന് അല്ലേ? ഈ ഉപകരണമോ പൊടി തട്ടാൻ ഉപയോഗിക്കുന്നു. ഈ ഉപകരണമോ ചപ്പുചവറുകൾ വാരിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്നു. സോപ്പ് നമ്മൾ കുളിക്കുമ്പോൾ ശരീരം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. എഴുതാം. മനുവും കൂട്ടുകാരും സ്കൂൾ പരിസരത്ത് എഴുതിയൊട്ടിച്ച ചില അറിയിപ്പുകൾ നോക്കൂ. ആഹാരം കളയരുത്. പ്ലാസ്റ്റിക് സഞ്ചികൾ വലിച്ചെറിയരുത്. ഇതുപോലുള്ള അറിയിപ്പുകൾ തയ്യാറാക്കി വിദ്യാലയ പരിസരത്ത് സ്ഥാപിക്കൂ. ഇതുപോലുള്ള അറിയിപ്പുകൾ നമുക്ക് തയ്യാറാക്കാം. പരിസരം വൃത്തിയായി സൂക്ഷിക്കൂ. ഇവിടെ തുപ്പരുത്. ചപ്പുചവറുകൾ ഇവിടെ നിക്ഷേപിക്കുക. കടങ്കഥകൾക്ക് ഉത്തരം എഴുതാം. 1000 പേർക്ക് ഒരു അരപ്പട്ട. എന്താണ് ഉത്തരം? 1000 പേർക്ക് ഒരു അരപ്പട്ട. എന്താണ് ഉത്തരം? ചൂൽ. കയ്യിൽ കയറി മെയ്യിലൊളിച്ചു. എന്താണ് ഉത്തരം? കൂട്ടുകാർ പറയൂ. കയ്യിൽ കയറി മെയ്യിലൊളിച്ചു. ചോറുരുള. വേറെയും കടങ്കഥകൾ നോക്കൂ. കാള കിടക്കും കയറോടും. എന്താണ് ഉത്തരം? മത്തങ്ങ. നെട്ടില്ല വട്ടയില. എന്താണ് ഉത്തരം? പപ്പടം. അകത്തു രോമം പുറത്തിറച്ചി. എന്താണ് ഉത്തരം? മൂക്ക്. എന്തെല്ലാം രോഗങ്ങൾ? പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കുക. മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മഞ്ഞപ്പനി, എലിപ്പനി, ക്ഷയരോഗം ഇവയൊക്കെയാണ് പകർച്ചവ്യാധികൾ. ശുചിത്വമാണ് വീടിൻ്റെ ഐശ്വര്യം. ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം 12ാം പഞ്ചവത്സര പദ്ധതി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കാനുള്ള പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മഞ്ഞപ്പനി, എലിപ്പനി, ക്ഷയരോഗം. നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരറിയാം? എൻ്റെ കൂട്ടുകാർക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരറിയാം? ജലദോഷം, പനി, വയറുവേദന, ചെങ്കണ്ണ്, കൊറോണ. എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? ചില രോഗങ്ങൾ പകരുന്നവയാണ്, ചിലത് പകരാത്തവയും. അവ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തൂ. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ.
ആദ്യം നമുക്ക് പകരുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്താം. എലിപ്പനി, ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, കൊറോണ, ഡെങ്കിപ്പനി. ഇനി നമുക്ക് പകരാത്ത രോഗങ്ങൾ പട്ടികപ്പെടുത്താം. കൊളസ്ട്രോൾ, പല്ലുവേദന, വയറുവേദന, പ്രമേഹം, ഹൃദ്രോഗം. പറയാം. ചിത്രത്തിലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഒന്നാമത്തെയാള് ചെവിയിൽ പെൻസിലിടുന്നു. രണ്ടാമത്തെയാളോ പൊടി വീണ കണ്ണ് തിരുമ്മുന്നു. മൂന്നാമത്തെയാളോ പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തുന്നു. പറയാം. ചിത്രത്തിലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഒന്നാമത്തെയാള് ചെവിയിൽ പെൻസിലിടുന്നു. രണ്ടാമത്തെയാളോ പൊടി വീണ കണ്ണ് തിരുമ്മുന്നു. മൂന്നാമത്തെയാളോ പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ ചെയ്യാറുണ്ടോ? ഇവയൊന്നും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ചെവിയിൽ പെൻസിലിടുമ്പോൾ ചെവിയുടെ നേർത്ത പാട പൊട്ടി ചെവി കേൾക്കാതെയാകും. പൊടി വീണ കണ്ണ് തിരുമ്മിയാൽ കണ്ണിന് പോറലേൽക്കും. പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തിയാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കയറിയിരുന്ന് അണുബാധയ്ക്ക് കാരണമാകുന്നു. ഈ കാര്യങ്ങളൊന്നും കൂട്ടുകാരെ ചെയ്യാൻ പാടില്ല. വായിക്കാം. ബീനയുടെ ഡയറിയാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. 2015 നവംബർ 24 ചൊവ്വ. രാവിലെ എഴുന്നേറ്റു. നല്ല തണുപ്പുണ്ടായിരുന്നു. നേരത്തെ സ്കൂളിലെത്തി. ഇന്നത്തെ അസംബ്ലിയിൽ ഞാനാണ് കഥ പറഞ്ഞത്. ഇന്ന് മാലിനി ടീച്ചർ പറഞ്ഞ കഥ എനിക്കിഷ്ടമായി. പെരുവയറൻ രാജാവിൻ്റെ കഥ. കഥയിൽ തന്നെ പാട്ടുമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. രാത്രി ഈ കഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇന്നത്തെ ഡയറി എഴുതൂ. എൻ്റെ കൂട്ടുകാരോട് ഇന്നത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം എഴുതി കാണിക്കാം. 2020 നവംബർ 27 ചൊവ്വ. ഞാൻ രാവിലെ എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങൾ ചെയ്തു. ഉച്ചയ്ക്ക് മലയാള ക്ലാസ് കണ്ടു. പിന്നീട് ഹോംവർക്ക് ചെയ്തു. അതിനുശേഷം കൂട്ടുകാരൊത്ത് കളിച്ചു. രാത്രി നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന പാഠഭാഗം പഠിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങി. ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതൂ. രാവിലെയും രാത്രിയും പല്ലു തേക്കണം. ദിവസവും കുളിക്കണം. വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം. നഖങ്ങൾ മുറിക്കണം. ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റ് ഉപയോഗിക്കുന്നു. കുളിക്കുന്നതിന് വേണ്ടി നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നു. വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ചൂലും മറ്റുപകരണങ്ങളും ഉപയോഗിക്കുന്നു. നഖം വൃത്തിയായി സൂക്ഷിക്കാൻ നഖം വെട്ടി ഉപയോഗിക്കുന്നു. കഥ എഴുതാം. നാട്ടിൽ വിളംബരം ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുന്നുണ്ടോ? രാജാവ് വേഷം മാറി നടന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു വീടിനു മുന്നിലെത്തി. വീടും ചുറ്റുപാടും കണ്ട രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. കഥയുടെ ബാക്കി ഭാഗം എഴുതൂ. തലക്കെട്ട് നൽകൂ. കഥയുടെ ബാക്കി ഭാഗം എഴുതാം. രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. വീട്ടുടമസ്ഥനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ശുചിത്വം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത രാജാവ് അയാൾക്ക് പറഞ്ഞു കൊടുത്തു. കൂടാതെ താക്കീതും നൽകി. ഇനി നമുക്ക് ഈ കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകാം. രാജാവിൻ്റെ ബുദ്ധി. ഭീകരൻ. പാവനാടകം. ഈച്ചയുടെ മൂളൽ. തവള ശ്രദ്ധിക്കുന്നു. തവള. അതാ അവൻ വരുന്നു. കൊലയാളി. മുത്തശ്ശി. ഹേ,
മുതലാളിയോ? തവള. കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ. രാജു. അയ്യോ, പുലിയോ കടുവയോ മറ്റോ ആണോ? തവള. ക്രോം ക്രോം, അതിനേക്കാളുമൊക്കെ ഭീകരൻ. മുത്തശ്ശി. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഈച്ച വരുന്നു, ഇരിക്കുന്നു. തവള. അതാ അവൻ തന്നെ. രാജു. ഇത് നമ്മുടെ ഈച്ചയല്ലേ? ഇവനാണോ ഭീകരൻ? നിന്നെക്കാളൊക്കെ സുന്ദരനായിവൻ. പളുങ്കു ചിറകുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയൻ കുപ്പായം. ഹായ്, എന്തു രസം. ഈച്ച. ഞാനിവിടെ പതിവുകാരനാ. നിനക്കെന്തിവിടെ കാര്യം പോക്കാച്ചി തവളെ? കറങ്ങി പറന്നിരിക്കുന്നു. തവള. കണ്ടില്ലേ, ഇതാണിവന്റെ സ്വഭാവം. ഈച്ച രാജുവിൻ്റെ തലയിലിരിക്കുന്നു. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. മുത്തശ്ശി. അതെങ്ങനാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? തവള. ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളിലുമല്ലേ ഇവന്റെ വാസം. രാജു. കോളറ പരത്തുന്നത് ഈച്ചയാ. തവള. കോളറ മാത്രമോ, ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. മുത്തശ്ശി. അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? തവള. അതൊക്കെ നിങ്ങൾ മനുഷ്യർക്കേ ഏൽക്കൂ. രാജു. ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ടു തന്നെ കാര്യം. രാജു വടിയെടുക്കാൻ പോകുന്നു. ഈച്ച. ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,000-20,000 മുട്ടകളായിടുന്നത്. രാജു വടിയുമായി വരുന്നു, അടിക്കുന്നു. തവളയ്ക്ക് അടി കിട്ടുന്നു. പാത്രം അടിയേറ്റു വീഴുന്നു. മുത്തശ്ശി. അയ്യോ, ചോറും പോയോ കുട്ടാ? സാരമില്ല, കൊടുക്കടാ. രാജു. അനങ്ങല്ലേ മുത്തശ്ശി. മുത്തശ്ശി. എവിടെയാ കുട്ടാ? കൊടുക്ക്. രാജു അടിക്കുന്നു. ഈച്ച പറന്നു മാറുന്നു. ഈച്ച. എന്നെ അങ്ങനെ കിട്ടില്ല. തവള. മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. രാജു. അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാണ്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക്